എന്നാലും കണക്കൂട്ടൽ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇതെന്താ 1000 രൂപയിൽ എങ്ങനെയാ കുറയുന്നത്? അമ്മ 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 ഇതിലൊരു 1000 രൂപയുടെ കുറവുണ്ടമ്മേ. അതിന് നീ എന്നെ കുലുക്കി വിളിച്ചാൽ പൈസ കിട്ടുമോ? അത് കിട്ടൂല. പക്ഷെ അമ്മയുടെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലേ, ഇല്ലേ? എനിക്ക് 1000 രൂപ തരുവാ, ഞാൻ പെട്ടെന്ന് തിരിച്ചു തരും. കൊള്ളാം, നിന്റെ കുടുംബശ്രീയിൽ പൈസ കുറവാണ്, ഞാൻ അങ്ങോട്ട് പൈസ തരാനോ? അതെവിടുത്താനായോ? അങ്ങനെയല്ലമ്മ, എനിക്ക് നാളെ കണക്ക് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ 1000 രൂപയുടെ കുറവെല്ലാം വരുമ്പോ നാണക്കേടല്ലമ്മ എനിക്ക്. താമ തരുവാ, ഞാൻ പെട്ടെന്ന് തിരിച്ചു തരുവമ്മേ, ഉറപ്പായിട്ടും തരും. ആ, നിനക്ക് പൈസ തരാൻ പറ്റിയ ആളുതേ വന്നിട്ടുണ്ട്, ചോദിച്ചു. ഞാനെന്തിനാ അവൾക്ക് പൈസ കൊടുക്കുന്നത്? എടാ, അവക്കടെ കുടുംബശ്രീയിൽ എങ്ങോട്ട് പൈസ കുറവാണെന്ന്. അതിന് അത് നീ അങ്ങോട്ട് കൊടുക്ക്. അതുകൊള്ളല്ലോ, പൈസ കുറവാന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന. എടാ പൊണ്ണേ, എടാ അതിനാണ് അവനെ വിളിക്കുന്നത്, അവനാണോ പൈസ തരണ്ട്? പറയട്ടെ. എന്താ അച്ഛനെ വിളിച്ചേ? അറിയാടാ, നിന്റെ ഉത്തരവാദിത്വമുള്ള അമ്മച്ചിയെ ഇവിടെ പാവപ്പെട്ട കുറെ പെണ്ണുങ്ങള് കുടുംബശ്രീക്കാര് സെക്രട്ടറി ആക്കി വെച്ചു. അവരുടെ പൈസ ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത നിന്റെ അമ്മ നഷ്ടപ്പെടുത്തി. അത് പറയാനാണോ എന്നെ വിളിച്ചേ? അതെ, അമ്മയ്ക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടെന്ന് നീ കൂടെ ഒന്ന് അറിയട്ടെന്ന് വെച്ചിട്ടാ. ഇപ്പൊ സത്യം പറ, ഇവിടെ ആർക്കാ ഉത്തരവാദിത്തം ഇല്ലാത്തത്? അച്ഛനാണോ, അമ്മയ്ക്കാണോ, അച്ഛമ്മയ്ക്കാണോ? നിന്റെ അമ്മയ്ക്ക് തന്നെയാടാ ഉത്തരവാദിത്വം ഇല്ലാത്തത്. അമ്മേ, 4 പിള്ളേരുടെ അമ്മയല്ലേ, എന്നിട്ട് ഇച്ചിരിയെങ്കിലും ഉത്തരവാദിത്തം കാണിച്ചൂടെ? കഷ്ടം. ഇവിടെ ആർക്കാ ഉത്തരവാദിത്വം ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. മാറി. അച്ഛാ, ഈ വീടത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളെ എന്നെ ഏൽപ്പിക്കണേ. അയ്യടാ, ആദ്യം നിന്റെ കിടക്കെ കിടന്നു മുള്ളുന്ന പരിപാടി നിർത്ത്, എന്നിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിക്കാം. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അമ്മേ, അമ്മയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ അമ്മ? ഇപ്പം ഈ വീട് സ്ഥലമൊക്കെ എന്റെ പേരിലോട്ട് എഴുതി തന്നേ. ആ ചെറുക്കൻ അവിടെ ഇരിക്കുന്നല്ലേ, ഞാൻ പറയായിരുന്നു നിന്നെ. അച്ഛമ്മ, അച്ഛമ്മ എന്നെ നോക്കണ്ട, എല്ലാം പറഞ്ഞോ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പഠിച്ചതാ. ബാക്കി ഇനിയും കാണാൻ പഠിക്കാൻ. പോയേ, എണീച്ച് പോടാ, പോടാ. വിട്ടിട്ടുണ്ട് ഞാൻ. കണ്ടോ അമ്മേ, പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. അതുകൊണ്ട് ഞാൻ നിന്നെ പേടിക്കണം? ഒന്നും പേടിക്കണ്ട, ഇന്ന് പത്രം വായിച്ചോണ്ടിരുന്നോ. കിട്ടിയ പൈസ കിട്ടിയ? കണക്കൂട്ടിട്ടൊന്നും ശരിയാവുന്നില്ല അമ്മേ. എത്ര രൂപയുടെ കുറവുണ്ട്? 1000 രൂപ. പോട്ടെ, നിന്റെ എടുത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലില്ല. നിന്റെ അടുക്കളയിൽ ചെപ്പിൽ നീ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വെക്കാറില്ല, ആ പൈസ എടുത്തും കൊടുക്കും. അതൊക്കെ ഞാൻ സഞ്ജുവിന് വേറൊരു ആവശ്യത്തിന് കൊടുത്തമ്മേ. അത് ശരി, നീ ഇതും അതുപോലെ മറിച്ച് അവന് കൊടുത്തായിരിക്കും അല്ലേ? അല്ല, ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല 1000 രൂപ. ഒരാവശ്യത്തിന് എടുത്തിട്ടില്ല. അമ്മ തരൂ അമ്മ. എൻ്റെ എവിടെ നിന്നിട്ടടി പൈസ? അങ്ങനെ പറയല്ല അമ്മ. അമ്മ അമ്മ ഞാൻ വേഗം തിരിച്ചു തരും. കൂടുതലൊന്നും ചോദിക്കില്ലേ, 1000 തന്നെ ഉള്ളൂ. എന്താ വെച്ചാ നിങ്ങൾ സംസാരിക്കും. തരുവാ പ്രകാശ, ഞാൻ ഇന്നാള് നിന്റെ ഇത്തിരി ചില്ലറ തന്നു വിട്ടില്ല നീ അങ്ങോട്ട് കടയിൽ പോയപ്പം? പിന്നെ ആ ബാക്കി ഒരു 10,000-2000 രൂപ നിന്റെ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞാൽ തന്നില്ല, അതങ്ങോട്ട് കൊടുത്തു. അമ്മയ്ക്കിപ്പോ വന്ന് ഓർമ്മയില്ലാതായ. എടാ, ഞാൻ തന്നു നിന്റെ കയ്യിലേക്ക്, നീ ഓർക്ക് തന്നു. 1000 ഉലുവ തന്നു, 2000 ഉലുവ തന്നു. തർക്കിക്കരുതേ. നീ എന്നോട് തർക്കിക്കണ്ട. ഇപ്പൊ ഉലുവയുടെ കണക്കല്ലല്ലോ അമ്മ, പൈസയുടെ അല്ലേ അമ്മ. തരുവോ? മിണ്ടാണ്ടിരുന്നാ മേടിച്ചു തരാം. മിണ്ടാണ്ടിരി കൊടു.